CBSE ക്ലാസ് 10 റോഡ് മാപ്പ് മാക്സ് എന്ന തംബ്നെയിൽ കണ്ടിട്ടാണ് നിങ്ങൾ വീഡിയോ കണ്ടതെങ്കിൽ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും റോഡ് മാപ്പോ എന്താ സംഭവം. ആ പേര് പോലെ തന്നെ നമ്മള് മാപ്പ് എപ്പോഴാണ് ചെക്ക് ചെയ്യാറ്? നമുക്കൊരു വഴി, നമുക്ക് പോകേണ്ട വഴി പ്രോപ്പർ ആയിട്ട് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ മാപ്പിന്റെ ഹെൽപ്പ് തേടാറുണ്ട് അല്ലെ. അതുപോലെ നിങ്ങളുടെ CBSE മാത്സ് പഠിക്കുമ്പോൾ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് 95% എബവ് മാർക്കിലേക്ക് എത്താൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരാനാണ് അഭയ് സാർ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം ഈ വർഷം എങ്ങനെയാണ് അടിപൊളിയായിട്ട് പഠിച്ച് മാത്സിൽ നല്ല മാർക്കിലേക്ക് എങ്ങനെ എത്താം. ഇതുപോലെ സോഷ്യലിന്റെ SSTയുടെ ആയാലും സയൻസ് സബ്ജക്റ്റിന്റെ ആയാലും വീഡിയോസ് വരും. ഈ വീഡിയോയ്ക്ക് വരുന്ന സപ്പോർട്ട് അനുസരിച്ച് കൃത്യമായിട്ട് ഈ വർഷം എങ്ങനെ നിങ്ങൾ മാത്സ് പഠിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റുകൾ പഠിക്കണം എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ സെറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരുന്നതായിരിക്കും. സോ ഒട്ടും സമയങ്ങളില്ല, നിങ്ങളോടുള്ള ചോദ്യം കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ക്ലാരിറ്റിയോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പല കമ്പാരിസൺ ഉണ്ടാവാം, നാട്ടുകാർ പലതും പറയുന്നുണ്ടാവാം, CBSE 10 എന്നുകൊണ്ട് പ്രഷറൈസ് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടാവാം. അവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം, കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോവാം എന്നല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അതുവഴി നിങ്ങളുടെ കരിയർ മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും ഒരു ഫോക്കസ് വെച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാനായിട്ട്. അതിനു വേണ്ടിയിട്ട് കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് എക്സാമിനർ ഫാമിലി കൂടെ തന്നെ ഉണ്ടാവും. ഒരു മെന്റർ എന്ന പോലെ അഭയ് സാർ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു വർഷം ത്രൂ ഔട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ വീക്ക് ആണെങ്കിലും സാർ തുടക്കം മുതലേ പറയുന്നതാണ്, അത് നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. കൃത്യമായിട്ട് ക്ലാസ്സുകൾ തരുന്ന കാര്യം സാർ ഏറ്റു. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ മാസം നമ്മൾ എങ്ങനെ മാത്സ് എന്ന് പറയുന്ന, ഒരുപാട് പേർക്ക് പേടി സ്വപ്ന മാത്സ്, അയ്യോ അമ്മേ തലയിറങ്ങി, അതിന്റെ ആവശ്യമില്ല. കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി പഠിച്ചു കഴിഞ്ഞാൽ മാത്സിനോളം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് മറ്റൊന്നുമില്ല എന്ന് നിങ്ങളെ സാക്ഷിയായിട്ട് സാറിന് പറയാനായിട്ട് സാധിക്കും. പക്ഷെ വളരെ ഈസി ആയിട്ട് എന്ന് പറയാ ലാഘവത്തോടെ നമുക്ക് മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കാണാൻ പറ്റുമോ? സ്റ്റേറ്റിൽ പണ്ട് മോറൽ സയൻസ് എന്ന സബ്ജക്ട് ഉണ്ട്, 12 to 1 മണി വരെ സന്മാർഗം എന്ന് പറയും മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക്. പോയി കഴിഞ്ഞാൽ അറിയാം, അത് എങ്ങനെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞാൽ 40-45 മാർക്ക് എല്ലാവർക്കും കിട്ടും 9-ൽ. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണോ മാത്സ്? ഒരിക്കലും അല്ല മക്കളെ. മാത്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, കിളി പറത്തുന്ന ക്വസ്റ്റ്യൻസ് കുറെ പേർക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം അവർ വേണ്ട രീതിയിൽ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടില്ല, എക്സാംപ്ലറിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. തുടങ്ങിയവർക്കൊക്കെ, അങ്ങനെ അത്തരം പ്രാക്ടീസ് ചെയ്യാത്തവർക്കൊക്കെ മാത്സ് കുറച്ച് കടുകട്ടി സബ്ജക്റ്റ് ആയിരുന്നു കഴിഞ്ഞ വർഷം. അതില്ലാതാക്കാനുള്ള പോംവഴിയൊക്കെ കൃത്യമായിട്ട് സാർ പറഞ്ഞുതരാം. കുറെ നേരമായില്ല ചെങ്ങായി, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ടാവും. 2x ഇട്ടോളൂ, ഞാൻ പറഞ്ഞുതരാം. മെയ് മാസം നമ്മൾ തുടങ്ങിയത് കൃത്യമായിട്ടുള്ള 2 സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. ആദ്യത്തെ വീക്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഒരു സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ വീക്കിലും സാർ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എത്രയും പെട്ടെന്ന് വീഡിയോ പോയി കാണാം. അതിൽ പറഞ്ഞ മാത്സിലെ ഒറ്റ ചാപ്റ്റർ മാത്രമാണ് 2 ആഴ്ചയിൽ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. അത് ആദ്യത്തെ ചാപ്റ്റർ ആയ റിയൽ നമ്പേഴ്സ് ആണ്. മെയ് മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഫുൾ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്, ഇനിയുള്ള 4 ദിവസമേ ഉള്ളൂ മെയ് മാസം കഴിയാൻ. ആ റിയൽ നമ്പേഴ്സ് ഉള്ള ചാപ്റ്റർ സെറ്റായി പഠിച്ചു, അതിൽ നിന്ന് ഒരു ഡൗട്ട് പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റിയൽ നമ്പേഴ്സ് പഠിക്കണം. ഇനി പഠിക്കാനായിട്ട് യാതൊരു സമയമില്ല. മെയ് മാസത്തിൽ തന്നെ റിയൽ നമ്പേഴ്സ് സെറ്റ് ആക്കണം. സെറ്റ് ആക്കുവോ? യെസ് ഓർ നോ? നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഓരോ സബ്ജക്റ്റിന്റെയും റോഡ് മാപ്പ് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡൗട്ട് പോലും ഇല്ലാതെ റിയൽ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്റർ കൃത്യമായിട്ട് NCERT ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എക്സാമ്പിൾസ് ആയിക്കോട്ടെ, ഡൗട്ട് ഇല്ലാതെ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഓൾറെഡി 2 പ്രാവശ്യം റിവിഷൻ കഴിഞ്ഞവരായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്യുന്ന മക്കൾ. അപ്പൊ മെയ് മാസം സെറ്റിലടാ, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന മാസം, നിങ്ങൾക്ക് ഓൾറെഡി മെയിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവുന്ന സാറിന് അറിയാം. എങ്കിലും ജൂൺ മാസത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 3 ചാപ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആയ പോളിനോമിയൽസ്, തേർഡ് ചാപ്റ്റർ ആയ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ, ഫോർത്ത് ചാപ്റ്റർ ആയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. 3 ചാപ്റ്റർ ആണ് സാർ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ പഠിക്കാനായിട്ട് തരുന്നത്. 4 ആഴ്ചയുണ്ട്. ഒരാഴ്ച ഒരു ചാപ്റ്റർ വെച്ച് പഠിച്ചാലും വീണ്ടും ഒരാഴ്ച നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും റിവൈസ് ചെയ്യാനായിട്ട് കിട്ടും. കൃത്യമായിട്ട് ഈ ഒരു 3 ചാപ്റ്റർ ജൂൺ മാസത്തിൽ പഠിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയതെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിനുള്ള ലൈവുകളും ക്ലാസ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവർക്ക് അറിയാം, അവർക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിന്റെയും സൊല്യൂഷൻസ് ആയിക്കോട്ടെ, അടിപൊളി PDF നോട്ട്സ് ആയിക്കോട്ടെ, എല്ലാം അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്ത മക്കൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ജൂൺ മാസത്തിൽ കൃത്യമായിട്ടുള്ള 3 ചാപ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ കുറച്ചധികം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നുണ്ട്. ഓരോ ആഴ്ച
ഓരോ മാത്സിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കഴിയുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ മക്കൾ ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്ത സ്റ്റഡി പ്ലാൻ ഒക്കെ കൃത്യമായി പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്തിയ ഒരുപാട് നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ട്. അപ്പോ നിങ്ങൾക്കും ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. ആദ്യ ആഴ്ച, ജൂലൈയിലെ ആദ്യ ആഴ്ച വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിക്കാം. 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ, ജൂലൈ 1, 2, 3, 4, 5, 6, 7 ദിവസങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുള്ള ചാപ്റ്ററിലെ NCERT ക്വസ്റ്റ്യൻസും എക്സാമ്പിൾസും കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് വരിക. ട്രയാങ്കിൾസിലെ ഓരോ കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ അടിപൊളിയായി ചെയ്ത് പഠിക്കുക. അതിനുശേഷം കോർഡിനേറ്റ് ജോമെട്രി വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ത്രൂ ഔട്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കോർഡിനേറ്റ് ജോമെട്രി. ഇൻട്രോ ടു ട്രിഗണോമെട്രി ആണ് അത്യാവശ്യം വില്ലനായിട്ടുള്ള ഒരു ചാപ്റ്റർ. പഠിക്കുന്നത് വേറെ, ചോദ്യം വരുന്നത് വേറെ എന്നൊക്കെ പറയുന്ന കുറെ കുട്ടികളുണ്ട് ഇൻട്രോ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ട്. പക്ഷെ സാറ് പറയുന്നു കൃത്യമായിട്ട് കോൺസെപ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് മനസ്സിലാക്കി പഠിച്ചവർക്ക് ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് തുടർന്ന് പോകുന്നതോറും +1 +2 ഒക്കെ ആവശ്യമുള്ള ചാപ്റ്ററിന്റെ ബേസ് ആണ് ഈ ചാപ്റ്ററിൽ ഇട്ട് കൊടുക്കുന്നത്. സോ ഇൻട്രോ ടു ട്രിഗണോമെട്രി അത്യാവശ്യം വലിയ ചാപ്റ്റർ ആണ്. സമയം എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ജൂലൈയിലെ ആദ്യ 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് ഈ 3 ചാപ്റ്റർ പഠിക്കുക. ബാക്കിയുള്ള 15 ദിവസം നിങ്ങൾ ഇൻട്രോ ടു ട്രിഗണോമെട്രിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ ചോദ്യങ്ങളും കൃത്യമായി പഠിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന മാർക്കിലേക്ക് ഈസി ആയിട്ട് എത്താനായിട്ട് സാധിക്കും. 60% നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് 90% എബവ് ആണ്. നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനെ പ്രൗഡാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടുകാരെ പ്രൗഡാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ പുച്ഛിച്ചവരെയും നിങ്ങളെ കളിയാക്കിയവരുടെ ഇടയിൽ ധൈര്യമായി നെഞ്ചും വിരിച്ച് നടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് സാർ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ജൂൺ മാസത്തിലെ പ്ലാൻ സെറ്റ് ആയി എന്ന് വിചാരിച്ചുകൊണ്ട്, ജൂൺ അല്ല ജൂലൈ മാസത്തിലെ പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ പല സ്കൂളുകളിലും, എല്ലാ സ്കൂളുകളിലും എന്ന് പറയുന്നില്ല, പല സ്കൂളുകളിലും ഓണം എക്സാംസ് അല്ലെങ്കിൽ ഓരോ സീരീസ് എക്സാംസും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ സാറ് കുറെ ചാപ്റ്റേഴ്സ് ഒന്നും ഓഗസ്റ്റ് മാസത്തിലേക്ക് വെച്ചിട്ടില്ല. സപ്പോസ് ഇൻട്രോ ടു ട്രിഗണോമെട്രി ജൂലൈ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാത്തവർ ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഒരേ ഒരു ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി മാത്രമാണ് ഓഗസ്റ്റ് മാസത്തിൽ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇത്ര പോകുന്ന ചാപ്റ്റേഴ്സിന്റെ കൊട്ടാരം പോലുള്ള കാര്യത്തിന് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുന്ന കണ്ട മക്കളെ ഓരോ മാസത്തിൽ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടൊരു കാര്യമില്ല. നിങ്ങളത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാജിക് സംഭവിക്കും. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിലെ ഓരോ കൺസെപ്റ്റ് ആയിക്കോട്ടെ, ഓരോ അടിപൊളി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ കൃത്യമായി പഠിക്കുമെന്ന് ഉറപ്പുവരുത്തിയുള്ളവർ ഇപ്പൊ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. റോഡ് മാപ്പാണ്, മിസ്സാക്കരുതെന്ന് പറയാം. അപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ ഓണം എക്സാം ഒക്കെ എന്തായാലും നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിന്റെ ഒക്കെ റിവിഷൻ ഒന്നുകൂടി വേണ്ടി വരും. എക്സാം ആകുമ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കുന്ന അറിയാം. അപ്പൊ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയുള്ളൂ. തുടർന്ന് അങ്ങോട്ടുള്ള എക്സാംസിനൊന്നും ആ ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരില്ല. കാരണം നമ്മൾ 1 അല്ല 2 അല്ല 3 പ്രാവശ്യമൊക്കെ റിവിഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, റെഡി. സെപ്റ്റംബറിൽ നിങ്ങൾക്ക് പഠിക്കാൻ അത്യാവശ്യം കോണ്ടന്റ് ഉള്ള സർക്കിൾസ് എന്നുള്ള ചാപ്റ്ററും ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് എന്നുള്ള 2 ചാപ്റ്ററും കൂടെ ഉള്ളൂ. നമ്മളിവിടെ സെപ്റ്റംബർ മാസത്തിടാ എവിടെ തുടങ്ങിയതാ? മെയ് കഴിഞ്ഞു, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ. അങ്ങനെ നമ്മൾ അവിടെ പഠിക്കാൻ പോകുന്നു സർക്കിൾസ് ആൻഡ് ഏരിയ റിലേറ്റഡ് ടു സർക്കിൾ. അത്യാവശ്യം നല്ല ടഫ്നെസ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്, തുറന്നു പറയാലോ. പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം, ഒരുപാട് തിയറി പ്രൂഫ് ഒക്കെ പഠിക്കാനുണ്ടായിരിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവർ എന്താ കമന്റ് ചെയ്യാൻ പറ്റുമോ? ഒരു റെഡ് ഹാർട്ട് ഒന്ന് വീഡിയോയ്ക്ക് താഴെ നിന്ന് കമന്റ് ചെയ്യാട്ടാ. ഈ 2 ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നു ഉറപ്പുള്ളവർ മാത്രം കമന്റ് ചെയ്താൽ മതി. ഓക്കെ, സെപ്റ്റംബറിന് ശേഷം ഒക്ടോബർ വരും. കഴിയാറായി. ഒരുപാട് പേർക്ക് ഇപ്പൊ ബോറടിക്കുന്നുണ്ടാവും. സാറ് പറഞ്ഞുതരാം. ഒക്ടോബറും നവംബറും കഴിഞ്ഞ് നമ്മുടെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഒക്ടോബറിലും ഇതുപോലെ 2 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററും നമ്മൾ ഓൾറെഡി നമ്മുടെ ബാച്ചില് NCERT എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ട് വീഡിയോസ് ആയിട്ട് കുട്ടി വീഡിയോസ് ആയിട്ട് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നവർക്ക് അറിയാം. ഇപ്പോഴേ അവൈലബിൾ ആയിരിക്കും. അത് കൃത്യമായിട്ട് കാണാം. നമ്മൾ 1 ഷോട്ട് ലൈവുകളായിട്ട് ആ സമയത്ത് ചെയ്യുന്നുണ്ടാവും. അതും കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് സെപ്റ്റംബർ അല്ല ഒക്ടോബർ മാസത്തിൽ ഈ 2 ചാപ്റ്റർ കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്താം. അങ്ങനെ നമ്മൾ നവംബറിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇത്തിരി ഭീകരനായ ഒരു ചാപ്റ്റർ ആണ്. കാരണം ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആണ്, കോൺസെപ്റ്റ് ഒക്കെ വളരെ ഈസിയാണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ചൊന്ന് കിളി പോണ ടീംസുകളുണ്ട്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മറ്റേത് ക്വസ്റ്റ്യൻ ആയിക്കോലും കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി.
ഓക്കെ, അതും കൃത്യമായിട്ട് പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് എക്സാമിനെ ട്രസ്റ്റ് ചെയ്യുന്ന കുട്ടികൾ എക്സാം ഹാളിലേക്ക് കടന്നു പോവുകയുള്ളൂ എന്ന് സാറിന്റെ ഉറപ്പാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ, യാതൊരു പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെ നവംബർ മാസത്തോടെ നമ്മൾ കംപ്ലീറ്റ് സിലബസ് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഡിസംബറിലേക്ക് കടക്കുക. ഡിസംബറിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഡിസംബർ മുതൽ അങ്ങോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, PYQന്റെ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഫോക്കസ് ഓൺ വീക്ക് ഏരിയാസ്. നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും, നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ സച്ച് ടോപ്പിക്സ് ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് എത്ര പഠിച്ചാലും മനസ്സിലാവണില്ല, എത്ര ചിന്തിച്ചാലും തലയിൽ കയറുന്നില്ല. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരു കാര്യം കേട്ടാൽ ഉടനെ തന്നെ, ഒരു ക്ലാസ് ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്താൽ തന്നെ എല്ലാം തലയിൽ കയറുന്ന യാതൊരു നിർബന്ധമില്ല. സാർ അങ്ങനെയൊന്നുമല്ല. സാർ ആവറേജ് സ്റ്റുഡന്റ് ആണ്. സാർ 1 അല്ല 2 അല്ല 3 തവണയ്ക്ക് ഒരു ക്ലാസ് കേട്ടാൽ മാത്രമാണ് കാര്യങ്ങൾ കത്തിയർന്നുള്ളൂ. പക്ഷെ സാറ് ചെയ്തിരുന്ന സംഭവം ഉണ്ട്, നമ്മുടെ വീക്ക്നെസ് എന്താ, നമ്മുടെ ദൗർബല്യങ്ങൾ എന്താന്ന് നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റണം. നമ്മൾ എവിടെയാണ് വീണു പോകുന്നതെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വിജയിച്ച് കയറി വരാൻ സാധിക്കും. ആ വീക്ക്നെസ് നമ്മുടെ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീക്ക് ഏരിയ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ട്, നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട്, ആ വീക്ക് ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള സമയമാണ് ഡിസംബർ. മെയ്യിൽ തുടങ്ങി മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ വരെയുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ആണ് മക്കൾക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ ആഴ്ചയിലും വീഡിയോസ് ആയിട്ട് അന്നുള്ള ആഴ്ചയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് കൂടാതെ ഒരു കംപ്ലീറ്റ് റോഡ് മാപ്പ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അത് കൃത്യമായി നടന്നു എന്ന് സാറിനൊരു വിശ്വാസമുണ്ട്. ഇനിയും സാറിന് പറയാനുള്ളത്, ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ താല്പര്യമുള്ള മക്കൾ എത്രയും പെട്ടെന്ന് താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് പഠിക്കാം. അല്ലാത്തവർ നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്ന 1 ഷോട്ട് ലൈവുകളും സ്റ്റഡി പ്ലാനുകളൊക്കെ കണ്ടിട്ട് കൃത്യമായിട്ട് പഠിക്കുക. പഠിപ്പ് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നതല്ല, എങ്ങനെ എന്ത് പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്തി, അതിൽ മാത്രമാണ് കാര്യം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.